Hi all, welcome to XandY Learning. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NSEJSലെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്നുള്ള ഒരു പാർട്ടാണ് അല്ലേ. ആനിമൽസിലും പ്ലാന്റ്സിലും ഒക്കെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ നമ്മളൊരു മിനിമൽ ലെവലിൽ നമ്മുടെ ന്യൂറൽ സിസ്റ്റം, അതുപോലെ തന്നെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, അതുപോലെ തന്നെ പ്ലാന്റ്സിലുള്ള കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, അതിൽ തന്നെ ഫൈറ്റോ ഹോർമോൺസ്, അത് പ്ലാന്റ് ഹോർമോൺസ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരു മിനിമൽ ലെവലിൽ നമ്മൾ സ്കൂൾ ലെവലിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു സ്കോളർഷിപ്പ് എക്സാം ലെവലിലേക്ക്, ഒളിമ്പ്യാഡ് ലെവലിലേക്ക് വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ കാണിക്കും. നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക, പോസ് ചെയ്യുക, ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ വന്ന അല്ലെങ്കിൽ നിങ്ങൾ എത്തിയ ആൻസർ ശരിയാണോ എന്നുള്ള ഒരു അനാലിസിസ് അങ്ങനെ തന്നെ വീഡിയോ മുന്നോട്ടുണ്ടോ കേട്ടോ. അല്ലാതെ ജസ്റ്റ് ഇങ്ങനെ ഒരു സിനിമ കാണുന്നത് പോലെ കണ്ടുപോകാനുള്ളതല്ല. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ കാണുന്നു, പോസ് ചെയ്യുന്നു, അതിന് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുന്നു, ശരിയാണോ എന്ന് നോക്കുന്നു. അങ്ങനെ തന്നെ പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഫൈറ്റോ ഹോർമോൺസ് അല്ലെ, ഫൈറ്റോ ഹോർമോൺസ് എന്താണെന്നാണ് ചോദ്യം. ഹോർമോൺസ് റെഗുലേറ്റിംഗ് ഗ്രോത്ത് ഫ്രം സീഡ് ടു അഡൽട്ട്ഹുഡ്. സീഡിൽ നിന്ന് അഡൽട്ട്ഹുഡിലേക്കുള്ള ഒരു ഗ്രോത്തിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസിനെയാണ് ഫൈറ്റോ ഹോർമോൺസ് അറിയാം. ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് സിന്തസൈസ്ഡ് ബൈ പ്ലാന്റ്സ് ആൻഡ് ഇൻഫ്ലുവൻസിങ് ഫിസിയോളജിക്കൽ പ്രോസസ് ആണോ നോക്കുക. ഹോർമോൺസ് റെഗുലേറ്റിംഗ് ഫ്ലവറിംഗ്, ഹോർമോൺസ് റെഗുലേറ്റിംഗ് സെക്കൻഡറി ഗ്രോത്ത്. ഏതാണ് നമുക്കറിയാം? ഫൈറ്റോ ഹോർമോൺസ്. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, ഫൈറ്റോ ഹോർമോൺസ്. എന്താണ് ഫൈറ്റോ? റിലേറ്റഡ് ടു പ്ലാന്റ്സ് അല്ലേ. പ്ലാന്റ്സ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് സിന്തസൈസ്ഡ് ബൈ പ്ലാന്റ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫൈറ്റോ ഹോർമോൺസ് എന്ന് പറയാം അല്ലേ. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ദേ ആർ നാച്ചുറലി ഒക്കറിംഗ് പ്ലാന്റ് ഹോർമോൺസ്. നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള പ്ലാന്റ് ഹോർമോൺസിനെയാണ് നമ്മൾ ഫൈറ്റോ ഹോർമോൺസ് എന്ന് പറയുക. അതെന്താ ചെയ്യുക? സിന്തസൈസ്ഡ് ബൈ പ്ലാന്റ്സ്, റെഗുലേറ്റ് ആൻഡ് കോർഡിനേറ്റ് ഫിസിയോളജിക്കൽ പ്രോസസ്, ഇൻഫ്ലുവൻസ് ഗ്രോത്ത്, ഡെവലപ്മെന്റ് ആൻഡ് റെസ്പോൺസസ് ടു ദ എൻവയോൺമെന്റൽ സ്റ്റിമുലൈ അല്ലേ. അതാണ് ഫൈറ്റോ ഹോർമോൺസ്. ദേ ആർ നോട്ട് ലിമിറ്റഡ് ടു ജസ്റ്റ് ഫ്ലവറിംഗ് അല്ലേ. ഫ്ലവറിൽ എന്തുകൊണ്ടാണ് ബാക്കി ഓപ്ഷൻസ് തെറ്റായത്? ഇവിടെ നമ്മൾ ഫ്ലവറിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ സെക്കൻഡറി ഗ്രോത്ത് അങ്ങനെ പറഞ്ഞു, അവിടെ മാത്രം ലിമിറ്റഡ് ആയിട്ടുള്ളതല്ല. സെക്കൻഡറി ഗ്രോത്തിലേക്കോ ഫ്ലവറിങ്ങിലേക്കോ ലിമിറ്റഡ് അല്ല. ഓർ എ സ്പെസിഫിക് സ്റ്റേജ് ലൈക്ക് സീഡ് ടു അഡൽട്ട്ഹുഡ്, അങ്ങനെ സീഡിൽ നിന്ന് അഡൽട്ട്ഹുഡ് ആവുക, അങ്ങനെ അവിടേക്ക് മാത്രം ലിമിറ്റഡ് അല്ല അല്ലേ. ദേ ആർ ഇൻവോൾവ് ത്രൂ ഔട്ട് ദ പ്ലാന്റ്സ് ലൈഫ് സൈക്കിൾ. ഒരു പ്ലാന്റിന്റെ ലൈഫ് സൈക്കിളിൽ ത്രൂ ഔട്ട് ഇൻവോൾവ് ആയിട്ടുള്ളതാണ് ഫൈറ്റോ ഹോർമോൺസ് എന്ന് നമ്മൾ മനസ്സിലാക്കും. ആ പേരിൽ തന്നെ ഫൈറ്റോ ഹോർമോൺസ് അല്ലേ, റിലേറ്റഡ് ടു പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്ലാന്റ്സ് സിന്തസൈസ് ചെയ്യുന്ന ഹോർമോൺസ്. നെക്സ്റ്റ് വൺ. അപ്പോൾ ഫൈറ്റോ ഹോർമോൺസ് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി ഒരു ഫൈറ്റോ ഹോർമോണിനെ കുറിച്ചുള്ള ചോദ്യമാണ് അല്ലേ. സൈറ്റോകൈനിൻ ഡസ് നോട്ട് ഹെൽപ്പ് ഇൻ. സൈറ്റോകൈനിൻ ഇതിൽ സൈറ്റോകൈനുമായി ബന്ധപ്പെട്ടതല്ലാത്തത് അല്ലെങ്കിൽ അത് ചെയ്യാത്തത് ഏതെന്നാണ് ചോദ്യം. ലാറ്ററൽ ഷൂട്ട് ഗ്രോത്ത്. ലാറ്ററലി ഉള്ള ഗ്രോത്തിന് സൈറ്റോകൈനിൻ ഹെൽപ്പ് ചെയ്യോ? ആലോചിച്ച് നോക്കുക. ഓവർകമ്മിങ് അപൈക്കൽ ഡോമിനൻസ് അല്ലേ. അപൈക്കൽ ഡോമിനൻസ് വെച്ചാൽ എന്താ? അപൈക്കൽ ഡോമിനൻസ് വെച്ചാൽ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ പോകുന്നതിനാണ് അപൈക്കൽ ഡോമിനൻസ് എന്ന് പറയാം. ലാറ്ററൽ ഡോമിനൻസ് വെച്ചാൽ എന്താ? ലാറ്ററലിയും വളർന്നിങ്ങനെ പോകുന്നതിനെയാണ് ലാറ്ററൽ ഗ്രോത്ത് എന്ന് പറയാം അല്ലേ. അപൈക്കൽ ഡോമിനൻസ് എന്ത് ചെയ്യും? കുറച്ചിട്ട് ലാറ്ററലിയും വളർത്തും. നേരത്തെ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ. അഡ്വന്റീഷ്യസ് ഷൂട്ട് ഫോർമേഷൻ, അതുപോലെ തന്നെ പ്രൊമോട്ടിംഗ് ലീഫ് സെനസൻസ്. നമുക്കറിയാം പ്രൊമോട്ടിംഗ് ലീഫ് സെനസൻസ് എന്നുള്ളത് ഒരിക്കലും സൈറ്റോകൈനിന്റെ ഫംഗ്ഷൻ അല്ല. ഓരോന്നും നമുക്ക് നോക്കാം. ലാറ്ററൽ ഷൂട്ട് ഗ്രോത്ത്, സൈറ്റോകൈനിൻ പ്രൊമോട്ട് ദിസ് ബൈ ഓവർകമ്മിങ് അപൈക്കൽ ഡോമിനൻസ്. അത് തന്നെയാണ് ഇതിന്റെ റീസണും അല്ലേ. സെയിം ഓവർകമ്മിങ് അപൈക്കൽ ഡോമിനൻസ്. സൈറ്റോകൈനിൻ ആന്റഗനൈസ് ഓക്സിൻസ്. ഓക്സിൻസ് എന്താ ചെയ്യുക? ഓക്സിൻസ് അപൈക്കൽ ഡോമിനൻസ് പ്രൊമോട്ട് ചെയ്യുക അല്ലെ, മേലോട്ട് വളരാൻ അല്ലെ. ആ നിലയ്ക്ക് അപെക്സിൽ ഇങ്ങനെ വളർച്ച അത് പ്രൊമോട്ട് ചെയ്യാൻ ഓക്സിൻ ചെയ്യുക. ബട്ട് അത് സപ്രസ് ചെയ്യാനാണ് ആര് നോക്കുക? സൈറ്റോകൈനിൻ നോക്കുക. അതുകൊണ്ട് തന്നെ ലാറ്ററലി ഉള്ള ഗ്രോത്ത് കൂട്ടാനാണ് സൈറ്റോകൈനിൻ ശ്രമിക്കുക. റൈറ്റ്. ഇനി പിന്നെ അഡ്വന്റീഷ്യസ് ഷൂട്ട് ഫോർമേഷൻ. സൈറ്റോകൈനിൻ ഹെൽപ്പ് ഇൻഡ്യൂസ് ഷൂട്ട് ഫോർമേഷൻ ഇൻ ടിഷ്യൂ കൾച്ചർ അല്ലെ. ടിഷ്യൂ കൾച്ചറിൽ ഷൂട്ട് ഫോർമേഷൻ എന്ത് ചെയ്യും? ഇൻഡ്യൂസ് ചെയ്യാൻ ആർക്ക് പറ്റും? സൈറ്റോകൈനിന് പറ്റും. എന്നാൽ അതേ സമയത്ത് തെറ്റായിട്ടുള്ളത് പ്രൊമോട്ടിംഗ് ലീഫ് സെനസൻസ് അല്ലേ. സൈറ്റോകൈനിൻ ഡിലേ സെനസൻസ്. സെനസൻസ് വെച്ചാൽ അത് എന്താ പറയുക, വാർദ്ധക്യം എന്ന് പറയും അല്ലേ. അതെങ്ങനെ പിന്നെ ലീവ്സ് ഒക്കെ പിന്നെ പഴകി പോവുക അല്ലെങ്കിൽ ആ നിലക്ക് മഞ്ഞാവുക, ആ ഒരു സംഭവം അല്ലെ സെൻസെന്റ് ആവുന്നത് തടയുകയാണ് സൈറ്റോകൈനിൻ ചെയ്യുക, അല്ലാതെ അത് പ്രൊമോട്ട് ചെയ്യല്ല ചെയ്യുക. റൈറ്റ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രോപ്പിക്കൽ മൂവ്മെന്റ്സ് ഇൻ പ്ലാന്റ്സ് ആർ. പഠിച്ചിട്ടുണ്ടല്ലേ ട്രോപ്പിക്കൽ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ചില മൂവ്മെന്റ്സ്, ജിയോട്രോപ്പിക് മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല തരത്തിലുള്ള മൂവ്മെന്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്താണ്? അല്ലെങ്കിൽ ദേ ആർ നോൺ ഡയറക്ഷണൽ, ഒരു ഡയറക്ഷൻ ഇല്ലാത്ത, ഗ്രോത്ത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളതാണ്. ഡയറക്ഷണൽ ആൻഡ് ഗ്രോത്ത് ഡിപ്പെൻഡന്റ് ആണ്, നേരെ ഓപ്പോസിറ്റ് അല്ലേ. ഡയറക്ഷണൽ ബട്ട് ഗ്രോത്ത് ഡിപ്പെൻഡന്റ്. ഡയറക്ഷണൽ ആണ് പക്ഷേ ഗ്രോത്ത് ഡിപ്പെൻഡന്റ് ആണ്.
നോൺ ഡയറക്ഷണൽ ആൻഡ് ഗ്രോത്ത് ഡിപ്പെൻഡന്റ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരിക്കലും നോൺ ഡയറക്ഷണൽ ഗ്രോത്ത് ഇൻഡിപെൻഡന്റും അല്ല, ഗ്രോത്ത് ഡിപ്പെൻഡന്റ് ആണ് അല്ലേ. ഡയറക്ഷണലും ആണ് ഗ്രോത്ത് ഡിപ്പെൻഡന്റും ആണ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. ഈ പറഞ്ഞ ട്രോപ്പിക്കൽ മൂവ്മെന്റ്സ് എന്താ ഫോട്ടോട്രോപ്പിസം, ജിയോട്രോപ്പിസം, ഹൈഡ്രോട്രോപ്പിസം എന്നൊക്കെ പറയുന്ന ഓരോ ട്രോപ്പിക്കൽ മൂവ്മെന്റ് ആർ റെസ്പോൺസ് ടു സ്റ്റിമുലസ് അല്ലെ. ഓരോ തരത്തിലുള്ള ഫോട്ടോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ എന്താ, ഫോട്ടോ മീൻസ് ലൈറ്റ് അല്ലെ. അപ്പൊ ലൈറ്റ് എന്ന് പറയുന്ന സ്റ്റിമുലസിനോടുള്ള ഒരു പിന്നെ റെസ്പോൺസ് ആണ് ഫോട്ടോട്രോപ്പിസം. ജിയോട്രോപ്പിസം അല്ലെ, നമ്മുടെ ഗ്രാവിറ്റി, അതാണ് അവിടുത്തെ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഹൈഡ്രോട്രോപ്പിസം എന്താണ്, വാട്ടർ അല്ലെ, വാട്ടർ. അപ്പൊ അങ്ങനെയുള്ള പലതരത്തിലുള്ള സ്റ്റിമുലസിനോടുള്ള റെസ്പോൺസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് ദേ ആർ ഡയറക്ഷണൽ അല്ലെ, ദേ ഒക്കെ ടുവേർഡ്സ് ഓർ അവേ ഫ്രം ദ സ്റ്റിമുലസ്. അപ്പൊ ജിയോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റിക്ക് ടുവേർഡ്സ് അല്ലെ, താഴോട്ട്, അതായത് എർത്തിൽ താഴോട്ടുള്ള വളർച്ച, റൂട്ടിന്റെ കളർ വളർച്ച, അത് പോസിറ്റീവ് ജിയോട്രോപ്പിസ് ആണ് അല്ലെ. അതേപോലെ തന്നെ ഷൂട്ടിന്റെ നേരെ തിരിച്ചുള്ള വളർച്ച, അത് നെഗറ്റീവ് ജിയോട്രോപ്പിസ് ആണ് അല്ലെ, അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ ആയിട്ട്. അതേപോലെ തന്നെ ഫോട്ടോട്രോപ്പിസത്തിൽ നമുക്കറിയാം അല്ലെ, ലൈറ്റിനെ ടുവേർഡ്സ് ആയിട്ട് ബെൻഡ് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു സ്റ്റിമുലസിന് ടുവേർഡ്സ് ഓർ അവേ ആയിട്ടുള്ള ആ ഒരു റെസ്പോൺസിനെയാണ് നമ്മളെന്ത് പറയാ, ഡയറക്ഷണൽ എന്ന് പറയാം അല്ലെ. ദ ഇൻവോൾവ് growth of the plant in a particular direction, so they are growth dependent അല്ലേ. ഒബ്വിയസ്ലി ഗ്രോത്തിനെ അതെന്ത് ചെയ്യും, ബാധിക്കും. അതുകൊണ്ട് തന്നെ അത് ഗ്രോത്ത് ഡിപ്പെൻഡൻറ്റും കൂടിയാണ്. സോ അതാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ്, വെൻ റൂട്ട് ഗ്രോ ഡൗൺവേർഡ് ഇൻ റെസ്പോൺസ് ടു ഗ്രാവിറ്റി. നമ്മളിപ്പോൾ തൊട്ട് പറഞ്ഞതാണ് അല്ലേ, ഒരു പ്ലാന്റ് ഉണ്ട്, ആ പ്ലാന്റിൻ്റെ റൂട്ട് എന്ത് ചെയ്യാണ്, ഡൗൺവേർഡ് വളരുകയാണ്. അപ്പൊ നമുക്കറിയാം ഗ്രാവിറ്റി പുൾസ് ഡൗൺവേർഡ് അല്ലെ. അപ്പൊ ആ പുള്ള് ചെയ്യുന്ന അതേ ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, റൂട്ട് വളരുന്നത്. സോ അതെന്തായിരിക്കും, നെഗറ്റീവ് ജിയോട്രോപ്പിസ് ആയിരിക്കോ, അല്ല. എന്തായാലും ജിയോട്രോപ്പിസ് ആണ് നമുക്കറിയാം അല്ലേ. ഇനി പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം എന്തായാലും അല്ല, ഫോട്ടോട്രോപ്പിസ് അല്ല എന്തായാലും. പോസിറ്റീവ് ജിയോട്രോപ്പിസം ഒബ്വിയസ്ലി അല്ലേ, പോസിറ്റീവ് ജിയോട്രോപ്പിസ് ആയിരിക്കും. നെഗറ്റീവ് ഹൈഡ്രോട്രോപ്പിസ് അല്ല, പോസിറ്റീവ് ജിയോട്രോപ്പിസം ആണ് അല്ലേ. അപ്പൊ നമുക്കറിയാം പോസിറ്റീവ് ജിയോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ ഈ റൂട്ട് ഇങ്ങനെയാണ് വളരുക. നെഗറ്റീവ് ജിയോട്രോപ്പിസത്തിന്റെ എക്സാമ്പിൾ ആണ് പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഗ്രാവിറ്റി താഴോട്ടേക്കാണ് വലിക്കുന്നതെന്നുണ്ടെങ്കിലും ഷൂട്ട് വളരുന്നത് മേലോട്ടാണ് അല്ലേ. വലിക്കുന്നത് താഴോട്ടാണെങ്കിലും വളരുന്നത് മേലോട്ടാകുമ്പോൾ അതാണ് നെഗറ്റീവ് ജിയോട്രോപ്പിസം അല്ലേ. വലിക്കുന്ന അതേ ഡയറക്ഷനിലാവുമ്പോഴാണ് പോസിറ്റീവ് ജിയോട്രോപ്പിസം അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, യെസ്. ഇനി അടുത്തൊരു ചോദ്യം. A young plant is placed near a window with light coming from one direction. ഒരു വിൻഡോന്റെ അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്, ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് വരുന്നുണ്ട്. ഓക്കെ, അതായത് ഇതൊരു യങ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇവിടെ വിൻഡോ ഉണ്ട് കേട്ടോ. അപ്പം ലൈറ്റ് കമ്മിങ് ഫ്രം വൺ ഡയറക്ഷൻ, ഒരു സൈഡിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ലൈറ്റ് വരുന്നു. ഓക്കെ, ആഫ്റ്റർ 3 days the shoot is observed to bend towards the light. ഒബ്വിയസ്ലി അല്ലേ, 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഷൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് പിന്നെ വളഞ്ഞതായിട്ട്, ബെൻഡ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് എക്സ്പ്ലെയിൻ ദിസ് ബിഹേവിയർ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങോട്ട് വളർന്നത്? അത് നമുക്കറിയാം, ആ ഫോട്ടോട്രോപ്പിസം അല്ലെങ്കിൽ ആ പോസിറ്റീവ് ആയിട്ടുള്ള ഫോട്ടോട്രോപ്പിസം ആണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ എങ്ങനെയാണ് ആ ബെൻഡിങ് നടക്കുന്നത്, അതിന്റെ ഉള്ളിൽ എന്താ നടക്കുന്നത്, കുറച്ചും കൂടി ഹയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എങ്ങനെയാണ് നടക്കുന്നത്? ഗ്രോത്ത് ഈസ് ഫാസ്റ്റർ ഓൺ ദ സൈഡ് ഫേസിങ് ദ ലൈറ്റ്. ലൈറ്റ് ഫേസ് ചെയ്യുന്ന സ്ഥലത്ത് ഗ്രോത്ത് നന്നായി നടക്കും. അങ്ങനെയാണോ? നോക്കാം. ഗ്രോത്ത് ഈസ് ഫാസ്റ്റർ ഓൺ ദ സൈഡ് എവേ ഫ്രം ദ ലൈറ്റ്. ലൈറ്റ്, അതായത് ഇവിടെ ലൈറ്റ് കൊണ്ടു അല്ലേ. അപ്പൊ ഈ ഭാഗത്ത് ഓക്കെയാണ് അല്ലെ, ഈ ഭാഗത്ത് ലൈറ്റ് തട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പുറത്തെ ഭാഗത്ത് എന്ത് ചെയ്യുന്നില്ല, ലൈറ്റ് ഇല്ല, ഷെയ്ഡാണ് അല്ലെ. ആ ഷെയ്ഡ് ഉള്ള ഭാഗത്ത് ഗ്രോത്ത് കൂടുതലാണ്, അതുകൊണ്ടാണ് ബെൻഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. നോക്കാം ശരിയാണോ നോക്കാം. ഗ്രോത്ത് സ്റ്റോപ്പ് ഓൺ ബോത്ത് സൈഡ്സ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ നോക്കാം. ലൈറ്റ് ഡിസ്ട്രോയ്സ് ഓക്സിൻ ഓൺ ദ ഷെയ്ഡഡ് സൈഡ്. ഈ ഷെയ്ഡഡ് സൈഡിലുള്ള ഓക്സിനെ ലൈറ്റ് ഡിസ്ട്രോയ് ചെയ്യും. അതും ശരിയല്ല. ആൻസർ ഈസ് ഗ്രോത്ത് ഈസ് ഫാസ്റ്റ് ഓൺ ദ സൈഡ് എവേ ഫ്രം ദ ലൈറ്റ്. ലൈറ്റ് തട്ടുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തുള്ള ആ ഭാഗത്താണ് ഗ്രോത്ത് ഫാസ്റ്റ് ആയിട്ടുള്ളത്. അതെങ്ങനെയാണ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദിസ് ബെൻഡിങ് ഓഫ് ദ ഷൂട്ട് ടുവേർഡ്സ് ലൈറ്റ് ഈസ് കോൾഡ് ഫോട്ടോട്രോപ്പിസം. നമുക്കറിയാം ഫോട്ടോട്രോപ്പിസം എന്നാണ് പറയുക. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഓക്സിൻ, നമുക്കറിയാം ഓക്സിൻ എന്ന് പറയുന്ന ഒരു ഫൈറ്റോ ഹോർമോൺ ഉണ്ട് അല്ലേ. എ പ്ലാന്റ് ഹോർമോൺ പ്ലേ എ കീ റോൾ ഹിയർ. ഓക്സിൻ ആണ് ഇവിടുത്തെ വില്ലൻ അല്ലെങ്കിൽ ഇവിടുത്തെ നായകൻ. ഓക്കെ, അങ്ങനെ പറയാം. ഓക്സിൻ ആണ് ഇവിടുത്തെ നായകൻ. ലൈറ്റ് കോസസ് ഓക്സിൻ ടു അക്യുമുലേറ്റ് മോർ ഓൺ ദ ഷെയ്ഡഡ് സൈഡ് ഓഫ് ദ ഷൂട്ട്. അതായത് ഇതാണ് നമ്മുടെ ഷൂട്ട്. ഓക്കെ, ഈ ഭാഗത്തേക്കാണ് ലൈറ്റ് വരുന്നത്.
അപ്പം ഇപ്പുറത്തെ ഭാഗത്ത് ഷെയ്ഡഡ് സൈഡ് ആണ് അല്ലേ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ലൈറ്റ് ഇവിടെ വരുന്നത് കൊണ്ട് ഓക്സിനൊക്കെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഷെയ്ഡഡ് സൈഡിലേക്ക്, ലൈറ്റ് ഇല്ലാത്ത ഭാഗത്തേക്ക് പോകും. ലൈറ്റ് ഇല്ലാത്ത ഭാഗത്തേക്ക് പോകും. ഓക്സിൻ പ്രൊമോട്ട് സെൽ ഇലോങ്ങേഷൻ. ഓക്സിന്റെ ഒരു പണിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓരോതിന്റെയും ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഓക്സിന്റെ ഒരു പണിയാണ് സെൽ ഇലോങ്ങേഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. മനസ്സിലായോ? അപ്പം ഓക്സിൻ എന്ത് ചെയ്യും, ആ ഷെയ്ഡഡ് സൈഡിൽ വന്നു, അതായത് ലൈറ്റ് തട്ടാത്ത സൈഡിലേക്ക് ഓക്സിൻ വന്നു. അവിടെ എന്ത് ചെയ്തു, സെൽ ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്യാൻ തുടങ്ങി. സോ ദ ഷെയ്ഡഡ് സൈഡ് ഗ്രോസ് ഫാസ്റ്റർ ദാൻ ദ സൈഡ് ഫേസിങ് ദ ലൈറ്റ്. ഈ ലൈറ്റ് ഫേസ് ചെയ്യുന്ന ആ സൈഡിനേക്കാളും ഷെയ്ഡഡ് സൈഡിൽ ഗ്രോത്ത് കൂടും. മനസ്സിലായോ? എന്നുവെച്ചാൽ ഓക്സിൻ എന്ത് ചെയ്യും, ലൈറ്റ് തട്ടുന്ന സൈഡിൽ നിന്നും ഷെയ്ഡഡ് സൈഡിലേക്ക് പോകും. ആ ഷെയ്ഡഡ് സൈഡിലേക്ക് ഓക്സിൻ പോയ ഓക്സിന്റെ പണി, ഒരു പ്രധാനപ്പെട്ട പണിയാണ് ഈ സെൽ ഇലോങ്ങേഷൻ നടത്തുക എന്നുള്ളത്. അപ്പൊ സെൽ ഇലോങ്ങേഷൻ നടന്നാൽ ആ ഷെയ്ഡഡ് സൈഡിൽ കൂടുതൽ വളർച്ച നടക്കും. മനസ്സിലായോ? ദിസ് അൺഈവൻ ഗ്രോത്ത് കോസസ് ഷൂട്ട് ടു ബെൻഡ് ടുവേർഡ്സ് ദ ലൈറ്റ്. അപ്പൊ ഇപ്പുറത്തെ ഭാഗത്ത് നന്നായി വളർച്ച സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇപ്പുറത്ത് കുറഞ്ഞില്ലേ, ലൈറ്റിനെ ഫേസ് ചെയ്യുന്ന ഭാഗത്ത് കുറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ബെൻഡിങ് സംഭവിക്കും. മനസ്സിലായോ? ഇപ്പുറത്തെ ഭാഗത്ത് ഗ്രോത്ത് കുറച്ച് കൂടുതൽ നടക്കുന്നു, ഇപ്പുറത്തെ ഭാഗത്ത് അത്ര ഗ്രോത്ത് ഇല്ല. അപ്പൊ എന്ത് ചെയ്യുന്നു, ആ ഷൂട്ട് ബെൻഡ് ചെയ്യും. എങ്ങോട്ടേക്ക്? ലൈറ്റിന്റെ സൈഡിലേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യും. അതാണ് ഈ ഫോട്ടോട്രോപിസത്തിൽ നടക്കുന്നത്. മനസ്സിലായോ? ശരിക്കും മനസ്സിലാക്കണേ. ഒന്നുകൂടി പറയാം. ലൈറ്റ് എന്ത് ചെയ്യുന്നു, ഒരു ഷൂട്ടിൽ തട്ടുന്നു, അവിടെ പോയി തട്ടുന്നു. ഈ തട്ടുന്ന സൈഡിലുള്ള ഓക്സിനൊക്കെ എന്ത് ചെയ്യുന്നു, തട്ടാത്ത സൈഡിലുള്ള ഷെയ്ഡഡ് സൈഡിലേക്ക് പോകുന്നു, അതായത് ഇരുട്ടുള്ള സൈഡിലേക്ക് പോകുന്നു. ഈ സ്ഥലത്ത് ഓക്സിൻ കൂടുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, സെല്ല് ഇലോങ്ങേറ്റഡ് ആകുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് ഇലോങ്ങേറ്റഡും മറുഭാഗത്ത് പിന്നെ കുറച്ച് ഇലോങ്ങേറ്റഡ് അല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ അവിടെ ഗ്രോത്ത് നടക്കാത്ത അവസ്ഥയും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ലൈറ്റിന്റെ ഭാഗത്തേക്കുള്ള ഒരു ബെൻഡിങ് നടക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഇതാണ് അതിന്റെ പിന്നിൽ നടക്കുന്നത്, അതിന്റെ പിന്നിലുള്ള ബയോളജി അതാണ്. പൊതുവെ ഇങ്ങനെ പറയുമ്പോൾ സൺലൈറ്റ് വരുന്നു, ആ ഭാഗത്തേക്ക് ബെൻഡ് ചെയ്യുന്നു, അത്രയും നമ്മൾ ആലോചിക്കുള്ളൂ അല്ലേ. പക്ഷെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് പോയാൽ ഇങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. സോ ഓക്സിനാണ് അവിടുത്തെ ഹീറോ. ഓക്സിൻ ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് അവിടെ കൂടുതൽ വളർച്ച വരുത്തുന്നതുകൊണ്ടാണ് ആ ഹീറോയിസം നടക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ശരിക്കും മനസ്സിലാക്കാം. അടുത്തത്, ഇൻ എ ഷൂട്ട് ഇഫ് ദ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിൻ ഈസ് ആർട്ടിഫിഷ്യലി ബ്ലോക്ക്ഡ് ഓൺ വൺ സൈഡ്. ഒരു സൈഡിൽ ആർട്ടിഫിഷ്യലി ഓക്സിന്റെ ട്രാൻസ്പോർട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. വാട്ട് വിൽ ബി ദ എക്സ്പെക്റ്റഡ് എഫക്ട് ആഫ്റ്റർ ഡയറക്ഷൻ ലൈറ്റ്. ഒരു സൈഡിൽ ഇങ്ങനെ ലൈറ്റ് വരുന്നു, പക്ഷെ ഓക്സിൻ എന്ത് ചെയ്യുന്നില്ല, ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റൂല. നേരത്തെ പറഞ്ഞു ഓക്സിന് ഷെയ്ഡഡ് സൈഡിലേക്ക് പോയി അവിടെ കൂടുതൽ വളർച്ച വരുമ്പോഴാണ് ഈ ബെൻഡിങ് നടക്കുക അല്ലേ. പക്ഷെ ഓക്സിന് ഇപ്പം ഇനി ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഷൂഡ് ബെൻഡ് അവേ ഫ്രം ലൈറ്റ്. ലൈറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ബെൻഡ് ചെയ്യും. ഷൂഡ് ബെൻഡ് ടുവേർഡ്സ് ദ ബ്ലോക്ക് സൈഡ്, അതായത് ബ്ലോക്ക് സൈഡിലേക്ക് ബെൻഡ് ചെയ്യും. ഷൂഡ് ഗ്രോ സ്ട്രെയിറ്റ്. ഷൂഡ് ഡൈസ് ഡ്യൂ ടു ഹോർമോണൽ ഇംബാലൻസ്. എന്താ സംഭവിക്കുക നമുക്കറിയാം. ഓക്സിൻ ഇതാ ഇവിടെ ഷെയ്ഡഡ് സൈഡും ഉണ്ട്, ലൈറ്റ് തട്ടുന്ന സൈഡുണ്ട്. ഓക്സിൻ ലൈറ്റ് തട്ടുന്ന സൈഡിൽ നിന്നും ഷെയ്ഡഡ് സൈഡിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇവിടെ നല്ല ഗ്രോത്ത് നടക്കുകയും ഈ ബെൻഡിങ് നടക്കുകയും ചെയ്യാം. പക്ഷെ ഇവിടെ ട്രാൻസ്പോർട്ട് നടക്കാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് ഓക്സിൻ കൂടുക, മറ്റേ ഭാഗത്ത് കുറയുക, അങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നില്ല. സോ ഒരു ഭാഗത്തേക്കും ചെരിയാതെ അതെന്ത് ചെയ്യും, നേരെ വളരും. മനസ്സിലായോ? ഷുഡ് ഗ്രോസ് സ്ട്രെയിറ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഷുഡ് ഗ്രോസ് സ്ട്രെയിറ്റ്. ഓക്കെ, ആ ഒരു ഓക്സിനാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ആളെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അണ്ടർ നോർമൽ കണ്ടീഷൻസ് വിത്ത് ഡയറക്ഷൻ ലൈറ്റ് ഓക്സിൻ മൂവ് ടു ദ ഷെയ്ഡഡ് സൈഡ് ഓഫ് ദ ഷൂട്ട് പ്രൊമോട്ടിങ് ഫാസ്റ്റർ ഗ്രോത്ത് ഓൺ ദാറ്റ് സൈഡ്. ആ സൈഡിൽ ഫാസ്റ്റർ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, കോസിങ് ദ ഷൂട്ട് ബെൻഡ് ടുവേർഡ് ദ ലൈറ്റ്. ഇങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്യും. ഇഫ് ഓക്സിൻ ട്രാൻസ്പോർട്ട് ഇസ് ബ്ലോക്ക് ഓൺ വൺ സൈഡ്, ഓക്സിൻ ട്രാൻസ്പോർട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു സൈഡിൽ ഓക്സിൻ ട്രാൻസ്പോർട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ ഹോർമോൺ കനോട്ട് റീഡിസ്ട്രിബ്യൂട്ട് പ്രോപ്പർലി. ഈ റീഡിസ്ട്രിബ്യൂഷൻ നടക്കില്ല. Without this uneven oxygen distribution, differential growth doesn't occur. അപ്പം എന്ത് ചെയ്യില്ല, ഒരു ഭാഗത്ത് കൂടുതൽ വളരുക, മറുഭാഗത്ത് കുറച്ച് വളരുക എന്ന് പറയുന്ന സംഭവം നടക്കില്ല. അങ്ങനെ നടക്കാത്തതുകൊണ്ട് തന്നെ ബെൻഡിങ് നടക്കില്ല. സോ എന്ത് ചെയ്യുന്നു, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വളരുകയാണ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മെയിൻ റീസൺ ഫോർ സം ന്യൂറോൺസ് ബീയിങ് മൈലിനേറ്റഡ്. നമുക്കറിയാം മൈലിനേറ്റഡ് നെർവ് സെൽസ് ഉണ്ട്, അൺമൈലിനേറ്റഡ് ആയിട്ടുള്ള നെർവ് സെൽസ് ഉണ്ട്. ചിലത് മൈലിനേറ്റഡ് ആവുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊട്ടക്ട് ദ നെർവ് അഗെയിൻസ്റ്റ് ഫിസിക്കൽ ഡാമേജ്, increase the diameter of axon to slow the speed of the action potential, increase the speed of action potential, increase the possibility of false triggering from nearby muscle activity. നമുക്കറിയാം ദ മെയിൻ റീസൺ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതൊക്കെ ഒരു ഫങ്ഷനാണ്.
പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ള മെയിൻ റീസൺ ആണ്. ഇതാണ് അഡ്വാൻസ് ലെവലിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി നന്നായി ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് കൊണ്ടാട്ടോ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് മെയിൻ റീസൺ ആണ്, എന്തുകൊണ്ടാണ് അതിന് അൾട്ടിമേറ്റ്ലി സംഭവിക്കേണ്ട കാര്യം എന്താ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ. അതായത് ഒരു ആക്ഷൻ, ഇതൊരു ആക്ഷൻ ആണ്, അതിൽ മൈലിനേഷൻ ഉണ്ടെങ്കിൽ, അതായത് ഇങ്ങനെയാണല്ലോ മൈലിനേഷൻ ഉണ്ടാവുക അല്ലേ, ഇതിൻ്റെ ഇടയിൽ ഷാൻസൽസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ അത് ഞാൻ ജസ്റ്റ് അത് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പം മൈലിനേഷൻ ഉണ്ടെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ജമ്പ് ചെയ്യും ഫ്രം ഹിയർ ടു ഹിയർ, ഹിയർ ടു ഹിയർ, ഹിയർ ടു ഹിയർ, അങ്ങനെ ജമ്പിങ് ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ സംഭവിക്കും. അപ്പം എന്ത് ചെയ്യും, പെട്ടെന്ന് ഈ പറഞ്ഞ ആ സ്പീഡ് കൂടും. മനസ്സിലായി? അതാണ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. അപ്പോൾ മൈലിനേഷൻ കൊണ്ട് പിന്നെ പ്രൊട്ടക്ഷൻ ഉണ്ട്, ഇൻസുലേഷൻ ഉണ്ട്, അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ മെയിൻ റീസൺ എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതാണ് ഒരു നോർമൽ ന്യൂറോൺ. അപ്പോൾ ഈ പറഞ്ഞ മൈലിനേഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുക, ആക്ഷൻ പൊട്ടൻഷ്യൽ പാസ് ചെയ്യുക. ഓക്കെ, മൈലിനേഷൻ എന്താണ് നമ്മൾ പറഞ്ഞിട്ട്, ഷാൻ സെല്ല്, അതുപോലെ തന്നെ ഒലിഗോഡെൻഡ്രോസൈറ്റ്സ്, ഈ സെല്ല് എന്ത് ചെയ്യാണ്, ഇൻസുലേറ്റിംഗ് ലെയർ ആണ് സംഭവം. ഇറ്റ് റാപ്പ് അറൌണ്ട് ദ ആക്ഷൻ of certain neurons. This insulation allows action potential to jump between the gaps. Node of Ranviers എന്നാണ് ഇതിനെ നമ്മൾ പറയാം അല്ലേ. As a result, nerve impulses travel much faster along myelinated nerve cells than unmyelinated. Okay, next question. Which of the following statements are correct statements with respect to motor neuron? മോട്ടോർ ന്യൂറോണെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. മോട്ടോർ ന്യൂറോൺ മൾട്ടിപോളാർ ആണോ ആലോചിച്ച് നോക്കുക, യൂണിപോളാർ ആണോ, ദേ ക്യാരി മെസ്സേജ് ഫ്രം CNS. ഇതാണ് കേട്ടോ ഫോർ. ഓക്കെ, CNS അഥവാ സെൻട്രൽ നെർവസ് സിസ്റ്റം ടു മസിൽ ഫൈബേഴ്സ് ഓർ ഗ്ലാൻസ്. CNSൽ നിന്ന് മസിൽ ഫൈബേഴ്സ്. ദേ ക്യാരി മെസ്സേജസ് ഫ്രം സെൻസറി റിസപ്റ്റേഴ്സ് ടു CNS. നമുക്കറിയാം ഈ പറഞ്ഞ മോട്ടോർ ന്യൂറോൺ എന്ന് പറയുന്നത് മൾട്ടിപോളാർ ആണ്. അതേപോലെ തന്നെ CNS ടു മസിൽ ആണ്, അല്ലാതെ തിരിച്ചല്ല അല്ലേ. അപ്പം 1 and 3 ആണ് കറക്റ്റ് അല്ലേ. 1ഉം 3ഉം ആണ് കറക്റ്റ്. ഇതും കറക്റ്റ് ആണ്, ഇതും കറക്റ്റ് ആണ്. സോ 1 and 3 ഓൺലി എന്ന് പറയുന്ന C ആണ് ആൻസർ ആയിട്ട് വരിക. യൂണിപോളാർ അല്ല. യൂണിപോളാർ ന്യൂറോൺസ് ആർ ജനറലി സെൻസറി ന്യൂറോൺസ്, നോട്ട് മോട്ടോർ ന്യൂറോൺസ്. മോട്ടോർ ന്യൂറോൺസ് ആർ നോട്ട് യൂണിപോളാർ അല്ലേ. അതേപോലെ തന്നെ മെസ്സേജസ് ഫ്രം സെൻസറി റിസപ്റ്റേഴ്സ് ടു CNS അല്ല, നേരെ തിരിച്ച്. ദിസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സെൻസറി ന്യൂറോൺ. സെൻസറി റിസപ്റ്റേഴ്സിൽ നിന്ന് CNSലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് സെൻസറി ന്യൂറോൺസിന്റെ ഫംഗ്ഷൻ ആണ്. മോട്ടോർ ന്യൂറോൺസ് നേരത്തെ പറഞ്ഞതുപോലെ ക്യാരി മെസ്സേജസ് ഫ്രം CNS, അതായത് ബ്രെയിൻ ഓർ സ്പൈനൽ കോഡ്, ടു മസിൽ ഫൈബേഴ്സ് ഓർ ഗ്ലാൻസ്. റൈറ്റ്, നെക്സ്റ്റ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഗ്രേ മാറ്റർ സറൗണ്ട്സ് ദ വൈറ്റ് മാറ്റർ ഇൻ ബ്രെയിൻ. ബ്രെയിനിലാണ് ആദ്യം ചോദിക്കുന്നത്. ഗ്രേ മാറ്റർ സറൗണ്ട്സ് വൈറ്റ്. ഗ്രേ മാറ്റർ സറൗണ്ട്സ് ദ വൈറ്റ് മാറ്റർ ഇൻ സ്പൈനൽ കോഡ്. അതേ കാര്യം സ്പൈനൽ കോഡിലും അങ്ങനെയാണെന്ന് പറയുന്നത്. വൈറ്റ് മാറ്റർ സറൗണ്ട്സ് ദ ഗ്രേ മാറ്റർ ഇൻ ദ സ്പൈനൽ കോഡ്. നേരെ തിരിച്ച്, സ്പൈനൽ കോഡിൽ നേരെ തിരിച്ചാണ്. വൈറ്റ് മാറ്റർ സറൗണ്ട്സ് ദ ഗ്രേ മാറ്റർ ഇൻ ബ്രെയിൻ. അതേ കാര്യം ബ്രെയിനിലാണെന്നാണ് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണേ കറക്റ്റ് ആവുള്ളൂ അല്ലേ. നമുക്കറിയാം ഈ ഗ്രേ മാറ്റർ വൈറ്റ് മാറ്റർ എന്നുള്ളത് ഉണ്ട്. അത് സ്പൈനൽ കോഡിലും ബ്രെയിനിലും നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഏതാണ് പുറത്ത് എന്നുള്ളത് വരിക. ഇത് പറയാൻ നമ്മൾ പൊതുവെ ഒരു കോഡ് പറയാറുണ്ട്. നമ്മൾ ബ്രെയിനിനെയാണ് ആദ്യം എടുക്കേണ്ടത്. ബ്രെയിന് നമുക്ക് മനസ്സിലായാൽ പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സ്പൈനൽ കോഡ് എന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ സാധാരണ പറയുന്നത് നമ്മുടെ കൈയാണ് നമ്മുടെ ബ്രെയിനായിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഈ ഭാഗം ഗ്രേ മാറ്റർ കുറച്ചും കൂടി ഒരു എന്താ ഡാർക്ക് അല്ലേ, അതുകൊണ്ട് ഗ്രേ. ഈ ഭാഗം വൈറ്റ് മാറ്റർ കുറച്ചും കൂടി വൈറ്റിഷ് അല്ലേ. അപ്പം ഇത് ഗ്രേ മാറ്റർ, ഇത് വൈറ്റ് മാറ്റർ. ഓക്കെ, ഉറപ്പാണല്ലോ നമ്മളെല്ലാവരും കൈ അല്ലേ. കുറച്ചും കൂടി ഡാർക്കാണ് പുറത്ത്, കുറച്ചും കൂടി വൈറ്റ് ആണ് ഉള്ളിൽ. നമ്മൾ ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ ഏകദേശം ഒരു ബ്രെയിനിൻ്റെ ഒരു സ്ട്രക്ചർ മാതിരി ഇല്ലേ, കണ്ടില്ലേ? ഇല്ലേ, ഏകദേശം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മളിങ്ങനെ നമ്മുടെ ഫിസ്റ്റ് ഇങ്ങനെ പിടിച്ചാൽ അതാണ് എന്ത്, ഒരു ബ്രെയിന് പോലെ ഉണ്ട്, ഏകദേശം ഒരു ബ്രെയിന് പോലെ, ഒരു സെറിബ്രൽ ഹെമിസ്ഫിയർ ഒക്കെ ആണിത്. ഓക്കെയാണ്. ഈ ബ്രെയിനിൽ നമുക്ക് പുറത്തെന്താ കാണുന്നത്? പുറത്ത് കാണുന്നത് ഡാർക്കാണ് എന്ന് വെച്ചാൽ ഗ്രേ മാറ്റർ ആണ്. ഉള്ളിൽ നമ്മൾ നോക്കിയേ, ഉള്ളിൽ എന്താ, വൈറ്റ് മാറ്റർ എന്ന് വെച്ചാൽ ബ്രെയിനിൽ പുറത്ത് ഗ്രേ മാറ്ററും അകത്ത് വൈറ്റ് മാറ്ററും ആണ്. ഇത് മാത്രം ആലോചിച്ചാൽ മതി. അപ്പം ബ്രെയിനിൽ പുറത്ത് ഗ്രേ മാറ്റർ, അകത്ത് വൈറ്റ് മാറ്റർ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സ്പൈനൽ കോഡിൽ പുറത്ത് വൈറ്റ് മാറ്റർ, അകത്ത് ഗ്രേ മാറ്റർ. അത്രമാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ ഏതായിരിക്കും വരിക? ഗ്രേ മാറ്റർ സറൗണ്ട്സ് വൈറ്റ് മാറ്റർ. യെസ്, ദാറ്റ് ഈസ് കറക്റ്റ്. ബ്രെയിനിൽ ഗ്രേ മാറ്റർ സറൗണ്ട്സ് വൈറ്റ് മാറ്റർ. ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, സ്പൈനൽ കോഡിൽ. വൈറ്റ് മാറ്റർ സറൗണ്ട്സ് ഗ്രേ മാറ്റർ ഇൻ സ്പൈനൽ കോഡ്. ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. 1 and 3. 1 and 3 is the correct answer. അപ്പോൾ ഇതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. നേരെ ഓപ്പോസിറ്റ് ആണ് ബ്രെയിനിലും സ്പൈനൽ കോഡിലും എന്നുള്ളതാണ്. Which statement about vertebrates nervous system is false?
വെർട്ടിബ്രേറ്റ് നെർവസ് സിസ്റ്റത്തിനെ കുറിച്ച് 4 സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. റിലാക്സേഷൻ ഓഫ് മസിൽസ് ഈസ് കോസ്ഡ് ബൈ നെർവ് ഇമ്പൾസസ് ഇൻ ഇൻഹിബിറ്ററി ന്യൂറോൺസ് ഗോയിങ് ടു ദ മസിൽ ഫ്രം ദ സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിൽ നിന്ന് മസിൽസിലേക്ക് പോകുന്ന ഇൻഹിബിറ്ററി ന്യൂറോൺസ് ആണ് എന്ത് ചെയ്യുന്നത്, റിലാക്സേഷൻ ഓഫ് മസിൽസ് നടത്തുന്നത്. നമുക്കറിയാം നമ്മുടെ മസിൽസ് റിലാക്സ് ചെയ്യുന്നപ്പോഴാണ് ഇൻഹിബിറ്ററി ന്യൂറോൺസ് പിന്നെ ആ നിലക്ക് എന്ത് ചെയ്യാണ്, നെർവ് ഇമ്പൾസസ് കൊണ്ടുവന്നിട്ടാണോ? അല്ല, സാധാരണ നെർവ് ഇമ്പൾസ് ഇല്ലാതാകുമ്പോഴാണ് അത് റിലാക്സ് ആവുന്നത് അല്ലേ. അപ്പോൾ അത് ശരിയൊന്ന് ആലോചിച്ച് നോക്കുക. ആഫ്റ്റർ കംപ്ലീറ്റ്ലി സിവിയറിംഗ് ദ ബ്രെയിൻ ഫ്രം ദ സ്പൈനൽ കോഡ്, റിഫ്ലക്സ് വിത്ഡ്രോയൽ ഓഫ് ദ ഫുഡ് ഫ്രം ദ പെയിൻഫുൾ സ്റ്റിമുലസ് കുഡ് സ്റ്റിൽ occur. ശരിയാ നോക്കാം. ഇൻ സിമ്പിൾ റിഫ്ലക്സ് സീക്വൻസ് ഫോളോഡ് ബൈ ഇൻഫർമേഷൻ ഈസ് സെൻസറി റിസെപ്റ്റർ, സെൻസറി ന്യൂറോൺ, ഇന്റർന്യൂറോൺ, motor neuron, muscle cells. Sympathetic nervous system activates the body's response to stress by increasing heartbeat, decreasing blood flow to the gut. അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ളത് അല്ലെങ്കിൽ ഏതാണ് പിന്നെ തെറ്റ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇവിടെ തെറ്റ് ഏതാണ് എന്നുള്ളതാണ്. വിച്ച് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് വെർട്ടിബ്രേറ്റ് നെർവസ് സിസ്റ്റം ഈസ് ഫോൾസ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും ഇൻഹിബിറ്ററി ന്യൂറോൺസ് അല്ല അവിടെ ചെയ്യുന്നത് അല്ലേ. റിലാക്സേഷൻ ഓഫ് എ മസിൽ ഈസ് കോസ്ഡ് ബൈ നെർവ് ഇമ്പൾസസ് ഇൻ ഇൻഹിബിറ്ററി ന്യൂറോൺസ് ഗോയിങ് ടു ദ മസിൽ ഫ്രം ദ സ്പൈനൽ കോഡ്. അതാണ് ഫോൾസ് ആയിട്ടുള്ളത്. മസിൽസ് ഡസ് നോട്ട് റിസീവ് ഇൻഹിബിറ്ററി സിഗ്നൽസ് ടു റിലാക്സ്. റിലാക്സ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഇൻഹിബിറ്ററി സിഗ്നൽ എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. ഇൻസ്റ്റഡ് മസിൽ റിലാക്സേഷൻ ഒക്കേഴ്സ് വെൻ എക്സൈറ്ററി സിഗ്നൽസ്, ആ മോട്ടോർ ന്യൂറോൺസ് ഉള്ള എക്സൈറ്ററി സിഗ്നൽസ് ഇല്ലാതാവുമ്പോഴാണ് മസിൽസ് റിലാക്സ് ആവുന്നത്. നോട്ട് ബിക്കോസ് ഓഫ് ഇൻഹിബിറ്ററി ന്യൂറോൺസ് ഡയറക്ട്ലി സിഗ്നലിംഗ് ദ മസിൽ. ഇൻഹിബിറ്ററി ഇന്റർന്യൂറോൺസ് മേ ഇൻഹിബിറ്റ് മോട്ടോർ ന്യൂറോൺസ് ബട്ട് നോട്ട് ദ മസിൽ ഫൈബേഴ്സ്. ഇൻഹിബിറ്ററി ന്യൂറോൺസും മോട്ടോർ ന്യൂറോൺസിന് ഒരു പക്ഷേ ഇൻഹിബിറ്റ് ചെയ്തേക്കാം, പക്ഷേ മസിൽസിനെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ല. ദ ഗ്ലയൽ സെൽസ് that forms the blood-brain barrier by lining brain capillaries are the ഏതാണ് ആ ഗ്ലയൽ സെൽസ് that form the blood-brain barrier. നമ്മൾ BBB എന്ന് വിളിക്കും, blood brain barrier by lining brain capillaries. ഏതാ? ഒലിഗോഡെൻഡ്രോഗ്ലിയൽ സെൽസ്, അതുപോലെ തന്നെ ആസ്ട്രോസൈറ്റ്സ്, ഷ്വാൻ സെൽസ്, റാൻവിയർ സെൽസ്. നമുക്കറിയാം ആസ്ട്രോസൈറ്റ്സ് ആണ്. എന്താണ് ആസ്ട്രോസൈറ്റ്? ആസ്ട്രോസൈറ്റ്സ് ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആൻഡ് ആസ്ട്രോസൈറ്റ്സ് ആണ് ദ സെൽസ് ദാറ്റ് ഫോം ബ്ലഡ് ബ്രെയിൻ ബാരിയർ. അത് എന്ത് ചെയ്യും, ബ്രെയിൻ കാപ്പിലറീസിനെ ലൈൻ ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ന്യൂ ഡ്രഗ് അഫക്ട്സ് ഹിപ്പോകാമ്പസ് ഓഫ് ദ ബ്രെയിൻ അഡ്വേഴ്സ്ലി. ഒരു പുതിയൊരു ഡ്രഗ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അത് ഹിപ്പോകാമ്പസിനെ അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യുന്നുണ്ട്. ഹിപ്പോകാമ്പസിന്റെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ എന്തെങ്കിലും പ്രശ്നത്തിലാക്കുന്നുണ്ട്. ദിസ് ന്യൂ ഡ്രഗ് വിൽ മോസ്റ്റ് ലൈക്ക് കോസ്. എന്താ അതെന്തായിരിക്കും കാര്യമായിട്ട് കോസ് ചെയ്യുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. ലോസ് ഓഫ് സൈറ്റ്, ലോസ് ഓഫ് സ്മെൽ, ഇന്നബിലിറ്റി ടു ടേസ്റ്റ്, ഇന്നബിലിറ്റി ടു റിമെമ്പർ തിങ്സ്. അപ്പോൾ എന്താ സംഭവം? ഏതൊരു ഡ്രഗ് വന്നു, ആ ഡ്രഗിനെ കുറിച്ചൊന്നും നല്ല നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ ഇത്ര കാര്യം ആലോചിച്ചാൽ മതി. ഹിപ്പോകാമ്പസിന്റെ ഫംഗ്ഷൻ എന്താണ്, അതാണ് അവിടെ കോംപ്രമൈസ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഹിപ്പോകാമ്പസിന്റെ ഫംഗ്ഷൻ എന്താ? നമുക്കറിയാം, മെമ്മറിയാണ് അല്ലേ. മെമ്മറിയാണ് ഹിപ്പോകാമ്പസിന്റെ ഫംഗ്ഷൻ. അപ്പോൾ അത് കോംപ്രമൈസ്ഡ് ആവും. ഹിപ്പോകാമ്പസ് ഈസ് ദ പ്രൈമറി റെസ്പോൺസിബിൾ ഫോർ മെമ്മറി ഫോർമേഷൻ ആൻഡ് ലേണിംഗ് അല്ലേ. ഡാമേജ് ഓർ അഡ്വേഴ്സ് എഫക്ട് ഓൺ ദ ഹിപ്പോകാമ്പസ് ടിപ്പിക്കലി റിസൾട്ട് ഇൻ മെമ്മറി ലോസ് അല്ലേ. അല്ലെങ്കിൽ പുതിയ മെമ്മറീസ് ഫോം ചെയ്യാൻ പറ്റില്ല. ലോസ് ഓഫ് സൈറ്റ്, സ്മെൽ, ടേസ്റ്റ് ആർ റിലേറ്റഡ് ടു അതർ പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഓർ സെൻസറി ഓർഗൻസ്, നോട്ട് ദ ഹിപ്പോകാമ്പസ്. ഓക്കെ, നെക്സ്റ്റ് വൺ. An experiment in the hypothalamus of a rat is artificially cooled to 2 degrees Celsius below the normal body temperature. നോർമൽ ബോഡി ടെമ്പറേച്ചറിൽ നിന്നും 2 ഡിഗ്രി കുറച്ചു. വിച്ച് ഓഫ് ദ ഫോളോയിങ് കുഡ് occur? അതായത് ഹൈപ്പോതലാമസ് ആണ് ഇവിടെ മെയിൻ ആൾ അല്ലേ. ഇൻക്രീസ് ഇൻ ദ ബ്ലഡ് ഫ്ലോ ആണോ, ഇൻക്രീസ് ഇൻ ദ ജനറൽ മെറ്റബോളിക് ആക്ടിവിറ്റി ആണോ, ഇൻക്രീസ് എക്സ്ക്രീഷൻ ഓഫ് വാട്ടർ ബൈ ദ കിഡ്നീസ് ആണോ, ഇൻക്രീസ് സ്വെറ്റിംഗ് ആണോ? ഈ 2 ഡിഗ്രി സെൽഷ്യസ് കുറച്ചാൽ എന്താ സംഭവിക്കുക? മെറ്റബോളിക് ആക്ടിവിറ്റി കൂടുകയാണ് ചെയ്യുക. എന്തുകൊണ്ട്? ഇപ്പോൾ ഹൈപ്പോതലാമസ് നമുക്കറിയാം ആക്ട് ആസ് ബോഡീസ് തെർമോസ്റ്റാറ്റ് അല്ലേ. തെർമോസ്റ്റാറ്റ് നമ്മുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ മൊത്തത്തിൽ തന്നെ നമ്മുടെ പിന്നെ എല്ലാ കാര്യങ്ങളുടെയും ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. വെൻ ആർട്ടിഫിഷ്യലി കൂൾ ചെയ്താൽ ദ ബോഡി പെർസീവ്സ് ദിസ് ആസ് എ ഡ്രോപ്പ് ഇൻ ടെമ്പറേച്ചർ. മൊത്തത്തിൽ ടെമ്പറേച്ചർ കുറഞ്ഞു എന്നുള്ളതാണ് ആര് മനസ്സിലാക്കുക? ബോഡി മനസ്സിലാക്കുക. ടു കോമ്പൻസേറ്റ്, ഈ ടെമ്പറേച്ചർ കുറഞ്ഞതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും? ഹൈപ്പോതലാമസ് ട്രിഗേഴ്സ് ദ മെക്കാനിസം ടു ജനറേറ്റ് മോർ ഹീറ്റ്.
കുറച്ചും കൂടി ഹീറ്റ് ഉണ്ടാക്കാൻ നോക്കും. വെച്ചാൽ ഹൈപ്പോതലാമസ് എന്താ മനസ്സിലാക്കുന്നത്, ടെമ്പറേച്ചർ കുറഞ്ഞു, അത് ടെമ്പറേച്ചർ കൂട്ടാൻ എന്ത് ചെയ്യും, കുറച്ചുകൂടി നല്ല മെറ്റബോളിസം നടക്കും അല്ലേ, ഇൻക്രീസിങ് മെറ്റബോളിക് റേറ്റ് പ്രൊഡ്യൂസ് മോസ്റ്റ് ഹീറ്റ്. നന്നായി മെറ്റബോളിസം നടന്നാൽ എന്ത് സംഭവിക്കും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. അതായത് ടെമ്പറേച്ചർ കുറഞ്ഞു എന്ന് മനസ്സിലായാൽ മെറ്റബോളിസം കൂട്ടിയിട്ട് ഹീറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പോൾ ദാറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ. Anil, an 8th grade student, was asked to draw a figure explaining how the mammalian eye collect and focus light, converting it into electrical signals. അല്ലേ, എങ്ങനെയാണ് ലൈറ്റ് കളക്ട് ചെയ്ത് ഫോക്കസ് ചെയ്ത് ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് മാറ്റുന്നത് എന്നുള്ളതാണ് അനിലിനോട് ചോദിച്ചിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്ലോ ചാർട്ട് കറക്റ്റ്ലി റെപ്രസെന്റ് ദ പ്രോസസ്? ഈ പ്രോസസ്സ് കറക്റ്റ്ലി പറയുന്നത് ഏതാണ്? നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. മൊത്തത്തിൽ വായിക്കുന്നില്ല, അത് റീഅറേഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. ലൈറ്റ്, കോർണിയ, അക്വസ് ഹ്യൂമർ, പ്യൂപ്പിൾ, ലെൻസ്, വിട്രസ് ഹ്യൂമർ, റെറ്റിന, ആക്ഷൻ പൊട്ടൻഷ്യൽ, ന്യൂറോൺ, ഒപ്റ്റിക് നെർവ്, ബ്രെയിൻ. നമുക്കറിയാം ഈ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് തന്നെയാണ് അല്ലേ, ഫസ്റ്റ് കൊടുത്തിട്ടുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ഫ്ലോ എന്ന് പറയുന്നത്. കാരണം കോർണിയ കഴിഞ്ഞിട്ട് ഈ രൂപത്തിലാണ് അല്ലേ ലെൻസിലേക്ക് എത്തി. അങ്ങനെ അതിനു മുമ്പ് ഇത് ഈ വിട്രസ് ഹ്യൂമർ ആൻഡ് അക്വസ് ഹ്യൂമർ മാറിപ്പോവാതിരുന്നാൽ മതി. വിട്രസ് ഹ്യൂമർ ലെൻസിൻ്റെയും ബാക്കിലാണ് അല്ലേ, അതിന് ഈ ലെൻസിന് മുമ്പിലാണ് അക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അവസാനം എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഇവിടെ ലൈറ്റ് പതിക്കുന്നു, അവിടുന്ന് സിഗ്നൽ ഉണ്ടാകുന്നു, സിഗ്നൽ ഉണ്ടായിട്ട് ഒപ്റ്റിക് നെർവിലൂടെ എന്ത് ചെയ്യുന്നു, ബ്രെയിനിലേക്ക് എത്തുന്നു. ലൈറ്റ്, കോർണിയ, അക്വസ് ഹ്യൂമർ, കോർണിയ കഴിഞ്ഞിട്ട് അക്വസ് ഹ്യൂമർ, പിന്നെ പ്യൂപ്പിൾ, ലെൻസ്, വിട്രസ് ഹ്യൂമറിലൂടെ പോയി റെറ്റിനയിലേക്ക് എത്തുന്നു. ഫോട്ടോ റിസപ്റ്റർ സെൽസ് അവിടെ ഉണ്ടാവും, ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നു, ഒപ്റ്റിക് നെർവ്സ് വഴി എന്ത് പറയും ബ്രെയിനിലേക്ക് എത്തുന്നു. Which sequence best describe a simple reflex as such as knee-jerk reflex? Knee-jerk reflexനൊക്കെ ഏറ്റവും നന്നായി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏത് സീക്വൻസാണ്? സെൻസറി ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ, എഫക്റ്റർ സെൽസ്. സെൻസറി ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ, സെൻസറി ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ, സെൻസറി ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ, എഫക്റ്റർ സെൽസ്. നമുക്കറിയാം knee-jerk reflexൽ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതാണ് സെൻസറി ന്യൂറോൺ, മോട്ടോർ നേരെ മോട്ടോർ ന്യൂറോണിലേക്ക് പോയി എഫക്റ്റർ സെൽസ് ഉണ്ടാവുകയാണ് ചെയ്യുക അല്ലേ. സെൻസറി ന്യൂറോൺ ഡിറ്റക്ട് ദ സ്ട്രെച്ച് ഇൻ ദ മസിൽസിലുള്ള ആ ഒരു സ്ട്രെച്ച് എന്ത് ചെയ്യുന്നു, സെൻസറി ന്യൂറോൺ ഡിറ്റക്ട് ചെയ്യുന്നു. ദിസ് ന്യൂറോൺ ഡയറക്ട്ലി സിനാപ്സസ് വിത്ത് ദ മോട്ടോർ ന്യൂറോൺ. എന്ത് ചെയ്യും, ഡയറക്റ്റ് സിനാപ്സ് ആണ് മോട്ടോർ ന്യൂറോൺ ആയിട്ട് ഇൻ ദ സ്പൈനൽ കോഡ്. ദ മോട്ടോർ ന്യൂറോൺ സെൻഡ് ഇമ്പൾസ് ടു ദ എഫക്റ്റർ സെൽസ് അല്ലെങ്കിൽ മസിൽസിലേക്ക് പോയിട്ട് കോൺട്രാക്ട് ചെയ്യും. അതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ദർ ഈസ് നോ ഇന്റർ ന്യൂറോൺ ഇൻവോൾവ് ഇൻ ദ പ്രൈമറി റിഫ്ലക്സ് പാത്വേ. ഈ പറഞ്ഞ ഈ knee-jerk റിഫ്ലക്സിൽ അല്ലെങ്കിൽ പ്രൈമറി റിഫ്ലക്സ് പാത്വേയിൽ എന്തില്ല, ഇന്റർ ന്യൂറോൺ ഇല്ല. നമ്മൾ സാധാരണ ഒരു സെൻസറി ന്യൂറോൺ, പിന്നെ ഒരു ഇന്റർ ന്യൂറോൺ, എന്നിട്ട് മോട്ടോർ ന്യൂറോൺ, അങ്ങനെയാണ് നമ്മൾ ആ കണക്ഷൻ പഠിക്കുക അല്ലേ, സ്പൈനൽ കോഡിലുള്ള കണക്ഷൻ. പക്ഷേ ഈ പ്രൈമറി റിഫ്ലക്സ് പാത്വേയിൽ എന്തില്ല, ഇന്റർ ന്യൂറോൺ ഇല്ല. അതുകൊണ്ടാണ് അതിനെ മോണോസിനാപ്റ്റിക് റിഫ്ലക്സ് എന്ന് പറയുക. ഒറ്റ സിനാപ്സ് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഇടയിൽ ഇന്റർ ന്യൂറോൺ ഇല്ല. അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം knee-jerk റിഫ്ലക്സിൽ അല്ലെങ്കിൽ പ്രൈമറി റിഫ്ലക്സിൽ. ഓക്കെ. സുരേഷ്, അടുത്തത് സുരേഷ് ആണ്. ആക്സിഡന്റലി ടച്ച് സൈലൻസർ ഓഫ് ഹിസ് 2-wheeler വൈൽ പാർക്കിംഗ്. ചില ആൾക്കാർക്കൊക്കെ അനുഭവമുള്ളൊരു കാര്യമായിരിക്കും അല്ലേ, നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്യുമ്പോൾ സൈലൻസർ ചെറുതായിട്ട് കാല് തട്ടി, വല്ലാത്തൊരു അനുഭവമായിരിക്കും അല്ലേ, നല്ല ചൂടുണ്ടാവും. ഓക്കെ. വിഡ്രോ ഹിസ് ലെഗ് ഇമീഡിയറ്റ്ലി, അപ്പം തന്നെ കാല് വലിച്ചു, സ്വാഭാവികം. ഐഡന്റിഫൈ ദ കറക്റ്റ് ഓർഡർ ഓഫ് ഫ്ലോ ഓഫ് മെസ്സേജ് ടു ദ ബ്രെയിൻ. റിസപ്റ്റർ, സെൻസറി ന്യൂറോൺ, CNS, മോട്ടോർ ന്യൂറോൺ, എഫക്റ്റർ. സെൻസറി ന്യൂറോൺ, CNS, മോട്ടോർ ന്യൂറോൺ, എഫക്റ്റർ ഒരിക്കലും ആവില്ല. CNS വെച്ച് എന്തായാലും തുടങ്ങൂല, എഫക്റ്റർ വെച്ചിട്ടും തുടങ്ങൂല. അപ്പം എന്താണ്, ഓബ്വിയസ്ലി സിമ്പിൾ ക്വസ്റ്റൻ ആണ്. റിസപ്റ്റർ, സെൻസറി ന്യൂറോൺ, CNS, മോട്ടോർ ന്യൂറോൺ. അത് നമ്മൾ സാധാരണ പഠിക്കുന്ന റിഫ്ലക്സ് ആക്ഷൻ എല്ലാവർക്കും അറിയാം. Which of the following refer to units involved in most reflex arc? ഏതാണ് എല്ലാ മിക്ക റിഫ്ലക്സ് ആർക്കുകളിലും ഉള്ള ഒരു പൊതുവായ യൂണിറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത്? സ്റ്റിമുലസ് റിസപ്റ്റർ, അഫറന്റ് നെർവ് ആൻഡ് an effector neuron, 2 receptor neurons, 1 or more internuncial neurons, അതായത് interneurons, effector neurons, 1 receptor neuron or 1 or more internuncial neurons and an effector neuron, 1 receptor neuron, afferent nerve and an effector neuron. നമുക്ക് എന്താ എല്ലാവർക്കും അറിയാം, 1 receptor neuron, 1 or more internuncial, അതായത് interneurons, അതുപോലെ തന്നെ പിന്നെ 1 എഫക്റ്റർ ന്യൂറോൺ ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിൽ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഒരു സെൻസറിയും ഒരു ഇഫക്റ്ററും ഉണ്ടാവും, പിന്നെ അതിൻ്റെ ഇടയിൽ എന്തുണ്ടാവും, ഒന്നോ അതിൽ കൂടുതലോ ഇന്റർന്യൂറോൺസും ഉണ്ടാവും. A nerve impulse passes along an axon. The membrane potential changes from positive to negative and then back again. Sodium ions flow out
through ion channels and potassium ions flow in out. Any sodium channels open, the membrane potential become less negative. Membrane potential negative ആകുമ്പോൾ as the membrane potential become less negative, sodium channels open ആവും. The sodium potassium pump moves sodium ions into the cell. അല്ല, നമുക്കറിയാം മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ലെസ് നെഗറ്റീവ് ആകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ പോസിറ്റീവ് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു രൂപത്തിലേക്ക് ലെസ് നെഗറ്റീവ് ആകുമ്പോൾ എന്ത് ചെയ്യും? സോഡിയം ചാനൽസ് ഓപ്പൺ ആവുകയാണ് ചെയ്യുക. ഓക്കെ, നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. വെൻ ദ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ബിക്കം ലെസ് നെഗറ്റീവ് ആൻഡ് റീച്ചസ് എ സെർട്ടൻ ത്രഷോൾഡ്. ഒരു ത്രഷോൾഡ് എത്തുമ്പോഴാണ് എന്ത് ചെയ്യുക? ഏകദേശം അതിൻ്റെ വാല്യൂ നമ്മളിപ്പം മനസ്സിലാക്കണമെന്നില്ല, അല്ലെങ്കിൽ നിർബന്ധമില്ല. വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽസ് എന്ത് ചെയ്യും? ഓപ്പൺ ആവും. സോഡിയം അയോൺസ് ടു ഫ്ലോ ഇൻ, ഉള്ളിലേക്ക് സോഡിയം വരും, കോസിങ് ഫെർദർ ഡീപോളറൈസേഷൻ. ആ ഡീപോളറൈസേഷൻ നടക്കുകയാണ് ചെയ്യുക. നമുക്കറിയാം ആ ഒരു മിനിമൽ ലെവലിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, പുറത്ത് പോസിറ്റീവ്, അകത്ത് നെഗറ്റീവ്. ഇതാണ് ഒരു റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ഉണ്ടാവുക. ഇത് എപ്പോഴാണ് മാറുക? ഡീപോളറൈസേഷൻ എപ്പോഴാണ് സംഭവിക്കുക? ഈ ഒരു മിനിമം ത്രഷോൾഡ് എത്തിക്കഴിഞ്ഞ് സോഡിയം ചാനൽസ് ഓപ്പൺ ആയിട്ടാണ് സോഡിയം അയോൺസ് ഉള്ളിലേക്ക് വരുമ്പോഴാണ് ആ ചേഞ്ച് സംഭവിക്കുക. In the central nervous system, the amount of voltage change required to open enough sodium channels. ഇത് നേരത്തെ പറഞ്ഞ അതേ കാര്യത്തിന്റെ അടുത്തൊരു ചോദ്യമാണ് അല്ലേ? സോഡിയം ചാനൽസ് ഓപ്പൺ ആകാനുള്ള വോൾട്ടേജിനെ ടു ഇനീഷ്യേറ്റ് എ നെർവ് ഇമ്പൾസ് ഈസ് റെഫേർഡ് ടു ആസ്. ഒരു നെർവ് ഇമ്പൾസ് ഇനീഷ്യേറ്റ് ചെയ്യാൻ മാത്രമുള്ള ആ ഒരു വോൾട്ടേജ് എത്തുന്നതിനെ കുറിച്ച് എന്താണ് പറയുക? നേരത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. എന്താ? റിഫ്രാക്ടറി പൊട്ടൻഷ്യൽ, ത്രഷോൾഡ് പൊട്ടൻഷ്യൽ, ആക്ഷൻ പൊട്ടൻഷ്യൽ, പോളറൈസേഷൻ പൊട്ടൻഷ്യൽ. നമുക്കറിയാം ത്രഷോൾഡ് എത്തിയാൽ അല്ലേ? ത്രഷോൾഡ് പൊട്ടൻഷ്യൽ ഈസ് ദ കറക്റ്റ് ആൻസർ. ത്രഷോൾഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ക്രിറ്റിക്കൽ ലെവൽ to which a membrane potential must be depolarized to initiate a action potential. ഒരു ക്രിറ്റിക്കൽ ലെവലാണ്. ആ ലെവൽ കഴിഞ്ഞാലേ എന്ത് ചെയ്യുള്ളൂ? ഈ പറഞ്ഞ സോഡിയം ചാനൽസ് ഓപ്പൺ ആവുള്ളൂ. വൺസ് ദ ത്രഷോൾഡ് ഈസ് റീച്ച്, സോഡിയം ചാനൽസ് ഓപ്പൺ. അപ്പോൾ എന്ത് ചെയ്യും? സോഡിയം ചാനൽസ് ഓപ്പൺ ആവും, അലോയിങ് സോഡിയം അയോൺസ് ടു എൻ്റർ ദ ന്യൂറോൺ. ന്യൂറോണിലേക്ക് സോഡിയം അയോൺസ് എൻ്റർ ചെയ്യും, റിസൾട്ടിങ് ഇൻ ദ റാപ്പിഡ് ഡീപോളറൈസേഷൻ ഓഫ് ദ മെംബ്രെയിൻ. അപ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ചാർജ് മാറും അല്ലേ? പുറത്ത് പോസിറ്റീവ്, അകത്ത് നെഗറ്റീവ് എന്നുള്ള നേരെ തിരിച്ച് മാറും. അപ്പം ഓപ്ഷൻ എയിൽ പറഞ്ഞിട്ടുള്ള റിഫ്രാക്ടറി പൊട്ടൻഷ്യൽ ഇസ് എ പീരീഡ് ഡ്യൂറിങ് വിച്ച് എ ന്യൂറോൺ കാനോട്ട് ഫയർ അനദർ ആക്ഷൻ പൊട്ടൻഷ്യൽ. എന്ന് വെച്ചാൽ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഫയർ ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു പീരീഡ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അടുത്തത് ഫയർ ചെയ്യാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ റിഫ്രാക്ടറി പൊട്ടൻഷ്യൽ എന്ന് പറയുക. ജസ്റ്റ് ആ ടേംസ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആക്ഷൻ നെർവ് ഇമ്പൾസ് ആഫ്റ്റർ റീച്ചിങ് എ ത്രഷോൾഡ്. ആ നെർവ് ഇമ്പൾസിനാണ് നമ്മൾ എന്താ പറയുക? ആക്ച്വൽ നെർവ് ഇമ്പൾസ് ആഫ്റ്റർ റീച്ചിങ് ദ ത്രഷോൾഡ്, അതിനാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയാം. പോളറൈസേഷൻ പൊട്ടൻഷ്യൽ ഈസ് നോട്ട് എ സ്റ്റാൻഡേർഡ് ടേം അല്ലേ? അത് അങ്ങനെ ഒരു നമ്മൾ പോളറൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, അപ്പം കുറച്ച് കാര്യങ്ങൾ നമുക്ക് കുറച്ച് നമ്മുടെ സാധാരണ ലെവലിൽ നിന്നും കുറച്ച് മേലോട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് കുറച്ചും കൂടിയൊക്കെ നമ്മൾ ഇതുമായി റിലേറ്റഡ് ആയിട്ട് കുറച്ചും കൂടി വായിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് കൂടുതൽ നമുക്ക് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ എനിവേ ഇങ്ങനെയുള്ള NSEJSനോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഹയർ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ കുറച്ചുകൂടി ഹയർ ലെവലിൽ കൂടി വായിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കിലുള്ള പൊതുവെ വരുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുക, അപ്പോഴാണ് നമുക്ക് ഇത്തരം വിഷയങ്ങൾ ഫെമിലിയർ ആവുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.